أصلي صلاة تملأ الأرض والسماء على من له أهل العلا متبوأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية إلى العرش والكرسي أحمد قد دنا ونورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية أقيم مقاما لم يقم فيه مرسل وأمست له هجب الجلال توطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് തവക്കുലിനെ കുറിച്ച് പറയാനാണ് ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തവക്കുൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഏൽപ്പിക്കുക എന്നാണ്. പക്ഷെ അത് തസവ്വുഫിൻ്റെ ഒരു സാങ്കേതിക പ്രയോഗമാണ്. അപ്പം ആ അർത്ഥമല്ല ഉണ്ടാകുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൗമ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഫിഖ്ഹിൽ സൗമ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നല്ല, നോൽമ്പ് നിൽക്കുക എന്നാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഫിഖ്ഹിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കലല്ല, നിസ്കരിച്ചലാണ്. ഇതിനെയാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തസവ്വുഫിന്റെ ഭാഷയിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഏൽപ്പിക്കലല്ല, അള്ളാനെ ഏൽപ്പിക്കണതിനാണ് തവക്കുൽ എന്ന് പറയാം. പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വരാൻ വേണ്ടി വാങ്ക് കൊടുക്കുകയാണ്, ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ശരിക്കെന്താ പറയേണ്ടത്? ദാ വരുന്നോ എന്നാ പറയണ്ടേ. പക്ഷെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്നാണ് പറയാൻ പറഞ്ഞത്. ഇതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. എല്ലാ ദിക്റുകളും തവക്കുലിനുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അത് തവക്കുലിൻ്റെ ദിക്റാണ്, അള്ളാഹിനെ ഏൽപ്പിക്കാനുള്ള ദിക്റാണ്. വൈകുന്നേരവും രാവിലെയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലും. അത് തവക്കുലിൻ്റെ ദിക്റാണ്. വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാനല്ലദീ, വരല്ലാഹു എത്ര പരിശുദ്ധനാണ്. സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നമുക്കതിന് കഴിയുമായിരുന്നില്ല. അതൊരു തവക്കുലിൻ്റെ ദിക്റാണ്.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ ശൈത്താന്റെ ബുദ്ധിമുട്ടിനെ തൊട്ട് കാക്കണേ. അതൊരു തവക്കുലിന്റെ ദിക്റാണ്. ഇങ്ങനെ നമ്മളെല്ലാ ദിക്ർ പരിശോധിച്ചാലും ഒക്കെ തവക്കുലാണ്. എല്ലാ ദിക്റുകളും തവക്കുലാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാകുന്നു. തവക്കുലിന് ഉദാഹരണം പറഞ്ഞത് പക്ഷിയെയാണ്. പക്ഷികൾ രാവിലെ കൂടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നു. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ. ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തു പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു. നമ്മളെ പെരയിൽ നാടൻ കോഴിയുണ്ടെങ്കിൽ ഒരു ദിവസം ഹർത്താലുള്ളെന്ന നാടൻ കോഴിനെന്ന് അറുത്തിട്ട് അതിൻ്റെ കൊടലിൻ്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ വെള്ളാരൻ കല്ലുകൾ ഉണ്ടായിരിക്കും, വെളുത്ത കല്ലുണ്ടാവും. കോഴി വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലം വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നുകൊണ്ട് വയറ് നിറച്ചാണ് പോകാറുള്ളത്. കാരണം കോഴിക്ക് കല്ല് ദഹിക്കും. എന്തേ കോഴിക്ക് കല്ല് ദഹിക്കാൻ കാരണം? കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നു എന്നതാണ്. മനുഷ്യൻ തിന്നണ ഭക്ഷണത്തിലെങ്ങാനും കല്ല് പെട്ടാല് അത് നമ്മുടെ കൊടലിൻ്റെ അറ്റത്ത് അപ്പൻഡിക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, അതിലേക്ക് പോകും. അതിൽ പോയാൽ അത് ചീഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം ഉണ്ടാവും. സർജറിക്ക് 60,000 ഉറുപ്പ്യാണ്. കോഴിക്കാ കുഴപ്പമില്ല. ഏതെങ്കിലും കോഴി കല്ലുന്നതിൻ്റെ പേരിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തേ കാരണം? കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാകുന്നു കാരണം. ഇങ്ങനെ ദുന്യാവിലെ ഏത് ജീവിയെ പരിശോധിച്ചാലും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്.